ഒരു സാധാരണ കർഷകനായിരുന്ന ഒരാൾക്ക് എങ്ങനെയാകും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബിസിനസ് ഫിലോസഫറാകാൻ കഴിഞ്ഞത്? അത്ഭുതം തോന്നുന്നില്ലേ? ഇന്ന് നമ്മൾ ജിം റോണിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ഒരു ഫിലോസഫിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. വിജയം അത് നിങ്ങൾ ആകർഷകനായ ഒരു വ്യക്തിയായി മാറുമ്പോൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒന്നാണ്. ഇതാണ് ജിം റോൺ പറയുന്നത്. നമ്മളിൽ പലരും വിജയത്തിനു പുറകെ ഓടുകയല്ലേ? പക്ഷേ റോൺ പറയുന്നത് എന്താന്ന് വെച്ചാൽ, വിജയത്തെ തേടി പോകുകയല്ല വേണ്ടത്, മറിച്ച് വിജയം നമ്മളെ തേടി വരുന്ന തരത്തിൽ നമ്മളൊരു അട്രാക്റ്റീവ് പേഴ്സണായി മാറണം. സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ ചിന്തയിലാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് എവിടെയാണെന്നറിയോ? ജിം റോണിന് 25 വയസ്സുള്ളപ്പോൾ. കയ്യിൽ കാശില്ല, മൊത്തം കടം, ഭാവി എന്താകുമെന്ന് ഒരു പിടിയുമില്ലാതെ നിൽക്കുന്ന ഒരു സമയം. ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം തന്റെ മെന്ററായ ഏൾ ഷോഫിനെ കണ്ടുമുട്ടുന്നത്. ആ ഒരൊറ്റ മീറ്റിംഗ് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. റോണിന്റെ ഫിലോസഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്: നിങ്ങൾക്കിപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ മികച്ച ഒരാളായി മാറണം. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ വരുമാനം ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനേക്കാൾ മുകളിൽ പോടില്ല. കൂടുതൽ പണം, നല്ലൊരു പൊസിഷൻ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ, ഇതൊക്കെ വേണമെങ്കിൽ അതിന് യോഗ്യനായ ഒരാളായി നമ്മൾ ആദ്യം മാറണം. അതായത് പുറത്തുള്ള മാറ്റം തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ഇവിടെ റോൺ വളരെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസം പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടും, എ ലിവിങ്. പക്ഷേ നിങ്ങൾ നിങ്ങളിൽ തന്നെ, അതായത് നിങ്ങളുടെ കഴിവുകളിലും ചിന്താരീതിയിലും കഠിനാധ്വാനം ചെയ്താൽ നിങ്ങളൊരു ഭാഗ്യം തന്നെ ഉണ്ടാക്കും, എ ഫോർച്യൂൺ. വെറുതെ ജീവിച്ചു പോകുന്നതും ഒരു ഫോർച്യൂൺ ഉണ്ടാക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? അപ്പോ എന്തായിരുന്നു റോണിന് വന്ന ആ വലിയ മാറ്റം? എവിടെയാണ് തുടക്കം? സിമ്പിളാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാം എന്ന ആ ഒരു മനോഭാവം അദ്ദേഹം അങ്ങ് ഉപേക്ഷിച്ചു. അതിനു പകരം പഠിക്കാനുള്ളൊരു അടങ്ങാത്ത ആഗ്രഹം, ഒരു വിശപ്പ്, അത് വളർത്തിയെടുത്തു. അറിവിനായി ദാഹിക്കുന്ന, എപ്പോഴും പുതിയ കാര്യങ്ങൾ തേടിപ്പോകുന്ന ഒരാളായി അദ്ദേഹം മാറി. ആ ഒരു ഷിഫ്റ്റ്, അതാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അപ്പോൾ ഈ പുതിയ ചിന്താഗതി അദ്ദേഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഒരു ഫാമിൽ പശുവിനെ കറക്കുന്ന ജോലിയിൽ നിന്ന് വലിയൊരു സംരംഭം കെട്ടിപ്പടുക്കുന്ന തലത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച ആ പ്രധാന കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അദ്ദേഹം തന്റെ കഴിവുകൾ വളർത്തിയെടുത്തത് വളരെ കൃത്യമായൊരു ഓർഡറിലായിരുന്നു. സ്റ്റെപ്പ് 1, സെയിൽസ് പഠിക്കുക. കാരണം വളരെ വ്യക്തമാണ്, എന്തെങ്കിലും വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്ത് ബിസിനസ് അല്ലേ? സ്റ്റെപ്പ് 2, നല്ല ആളുകളെ കണ്ടെത്തുക. തന്റെ ഐഡിയ മറ്റുള്ളവരോട് പറഞ്ഞ് അവരെയും കൂടെ കൂട്ടാൻ പറ്റുന്ന ആളുകളെ. സ്റ്റെപ്പ് 3, ഈ കഴിവുള്ള ആളുകളെയെല്ലാം ഒരുമിപ്പിച്ച് ഒരു കിടിലൻ ടീമുണ്ടാക്കുക. കണ്ടില്ലേ, ഓരോന്നും അടുത്തതിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു. ഇനി ആ രണ്ടാമത്തെ സ്റ്റെപ്പ്, നല്ല ആളുകളെ കണ്ടെത്തുന്നത്. അവിടെ റോൺ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്: നല്ല ആളുകൾ നമ്മളെ ഇങ്ങോട്ട് തേടി വരില്ല, ഒരിക്കലുമില്ല. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലണം. അന്വേഷിക്കുന്നവൻ കണ്ടെത്തുമെന്ന് കേട്ടിട്ടില്ലേ? അതുതന്നെയാണ് ബിസിനസ്സിലും. അവസരങ്ങൾ വാതിലിൽ വന്ന് മുട്ടാൻ കാത്തിരിക്കരുത്, നമ്മൾ പോയി വാതിലുകളിൽ മുട്ടണം. ഒരാൾക്ക് ഒറ്റയ്ക്ക് എത്ര ദൂരം പോകാൻ പറ്റും? പക്ഷെ ഒരു ടീമായിട്ടാണെങ്കിലോ? ആ ഒരു ചിന്തയാണ് റോണിന്റെ വരുമാനം പല മടങ്ങ് വർദ്ധിപ്പിച്ചത്. ആ ഒരു മാജിക് അദ്ദേഹം കണ്ടെത്തി. ഞാൻ എന്ന ഒറ്റപ്പെട്ട ചിന്തയിൽ നിന്ന് നമ്മൾ എന്ന ഒരുമിപ്പിക്കുന്ന വാക്കിലേക്ക് മാറിയപ്പോൾ പിന്നെ സാധ്യതകൾക്കൊരു അവസാനവും ഉണ്ടായിരുന്നില്ല. ഞാൻ ലോകം കീഴടക്കാൻ പോകുന്നു എന്നാരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ കുറവായിരിക്കും അല്ലേ? പക്ഷേ നമുക്ക് ലോകം കീഴടക്കാൻ പോകാം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ഒറ്റയ്ക്കും ഒരുമിച്ചും പ്രവർത്തിക്കുന്നതിന്റെ വ്യത്യാസം ഇതിലും നന്നായി എങ്ങനെ പറയാനാണ്? ആ നമുക്ക് എന്ന ഒരൊറ്റ വാക്കിന്റെ ശക്തി നോക്കൂ. ആളുകളെ ഒരുമിപ്പിക്കാനും വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കാനും അതിന് കഴിയും. അങ്ങനെ റോൺ വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയൊരു രഹസ്യം മനസ്സിലാക്കി. അതിതാണ്: നിങ്ങൾക്ക് വേണ്ടതെല്ലാം നേടണോ എങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല വഴി മറ്റുള്ളവർക്ക് അവർക്ക് വേണ്ടത് നേടാൻ സഹായിക്കുക എന്നതാണ്. ഇത് വെറുതെ ഒരു നല്ല കാര്യം ചെയ്യാൻ മാത്രമല്ല, ഇതൊരു പവർഫുൾ സ്ട്രാറ്റജി കൂടിയാണ്. ഈ പറഞ്ഞ കഴിവുകളെല്ലാം വളരെ വലുതാണ്. പക്ഷേ ഇതിനെല്ലാം മുകളിൽ റോണിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിയ ഒരൊറ്റ സ്കില്ലുണ്ടായിരുന്നു, അൾട്ടിമേറ്റ് സ്കിൽ. അതെന്താണെന്നറിയുമോ? കമ്മ്യൂണിക്കേഷൻ, അഥവാ ആശയവിനിമയം. റോൺ പറയുന്നത് കമ്മ്യൂണിക്കേഷന് 3 ലെവലുകളുണ്ടെന്നാണ്. ഏറ്റവും ബേസിക് ലെവലാണ് ട്രെയിനിങ്. അതായത് ഒരു ജോലി എങ്ങനെ ചെയ്യണമെന്ന് ഒരാളെ കാണിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലുള്ള ലെവലാണ് ടീച്ചിങ്. അതായത് ആ ജോലി എന്തിനു ചെയ്യണം, അത് ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഏറ്റവും മുകളിലുള്ള ലെവൽ, അതാണ് ഇൻസ്പയറിംഗ്, പ്രചോദനം നൽകുക. ആളുകളുടെ ഉള്ളിൽ ഒരു തീപ്പൊരിയിടുക, അവർക്ക് സ്വയം മുന്നോട്ടു പോകാനുള്ള ഒരു ഊർജ്ജം കൊടുക്കുക. അവിടെയാണ് യഥാർത്ഥ ലീഡേഴ്സ് ഉണ്ടാകുന്നത്. ഒരു ദിവസം റോണിന്റെ മെന്റർ അദ്ദേഹത്തോട് വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിച്ചു:
മിസ്റ്റർ റോൺ, നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യങ്ങളുടെ ഒരു ലിസ്റ്റ് എന്നെ ഒന്ന് കാണിക്കാമോ? വളരെ സിമ്പിളായൊരു ചോദ്യമല്ലേ? പക്ഷേ ഈ ചോദ്യം റോണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റുകളിൽ ഒന്നായി മാറി. എന്താ സംഭവിച്ചതെന്നോ? റോണിന്റെ കയ്യിൽ അങ്ങനൊരു ലിസ്റ്റേ ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ല. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മെന്റർ ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഗോൾ ലിസ്റ്റ് കാലിയാണെങ്കിലേ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടും ഏകദേശം കാലിയായിരിക്കും അല്ലേ? റോൺ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം പറഞ്ഞത് 100% ശരിയായിരുന്നു. എഴുതിവെച്ച ലക്ഷ്യങ്ങളും നമ്മുടെ ബാങ്ക് ബാലൻസും തമ്മിൽ ഇത്ര വലിയൊരു ബന്ധമുണ്ടെന്ന് റോൺ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ആ ഒരു തിരിച്ചറിവ് കിട്ടിയ നിമിഷം മുതൽ റോൺ ഒരു ലിസ്റ്റ് മേക്കറായി മാറി. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും അദ്ദേഹം ലിസ്റ്റുണ്ടാക്കാൻ തുടങ്ങി. വായിക്കാനുള്ള പുസ്തകങ്ങൾ, പോകാനുള്ള രാജ്യങ്ങൾ, പഠിക്കാനുള്ള കഴിവുകൾ, അങ്ങനെ എല്ലാം. എന്നിട്ട് ഓരോ ചെറിയ കാര്യം പൂർത്തിയാക്കുമ്പോഴും അതിലൊരു ടിക്ക് മാർക്കിടും. ആ ഓരോ ടിക്ക് മാർക്കും അദ്ദേഹത്തിന് മുന്നോട്ടു പോകാൻ ഒരു വല്ലാത്ത എനർജി കൊടുത്തു. ആ ചെറിയ ചെറിയ വിജയങ്ങളാണ് പിന്നീട് വലിയ വിജയങ്ങളിലേക്ക് വഴി തുറന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് റോണിന്റെ ഏറ്റവും പവർഫുള്ളായ ഒരു ഐഡിയയിലേക്കാണ്. ജീവിതത്തെ എങ്ങനെ സമീപിക്കണം എന്ന് കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഫേമസായ കപ്പൽ പായയുടെ ഉപമ. അദ്ദേഹം പറയുന്നു, പ്രതികൂലമായി വീശുന്ന കാറ്റിന് കുറ്റം പറഞ്ഞിരുന്നാൽ നിങ്ങൾ ഒരിടത്തും എത്തില്ല. കപ്പൽ പായയുടെ ദിശ മാറ്റിയാണ് നിങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ വാചകത്തിൽ റോണിന്റെ ഫിലോസഫി മുഴുവനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാറ്റും കോളും അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കപ്പലിന്റെ പായ, അതായത് നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ മനോഭാവം, അത് നമ്മുടെ കൺട്രോളിലാണ്. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെപ്പറ്റി പരാതി പറയുന്നതിന് പകരം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഈ ഒരു ഉപമ വളരെ സിമ്പിളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാറ്റ് എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പുറത്തുള്ള സാഹചര്യങ്ങളാണ്. രാജ്യത്തെ സാമ്പത്തികാവസ്ഥയോ ഗവൺമെന്റ് പോളിസികളോ മറ്റുള്ളവരുടെ പെരുമാറ്റമോ ഇതൊക്കെ കാറ്റുപോലെയാണ്. എന്നാൽ കപ്പൽപ്പായയോ? അത് പൂർണ്ണമായും നമ്മുടെ കൺട്രോളിലാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫിലോസഫി, നമ്മുടെ അറിവ്, അതൊക്കെയാണ് നമ്മുടെ പായ. ഒരേ കാറ്റാണ് എല്ലാ കപ്പലിനും അടിക്കുന്നത്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പായ എങ്ങനെ പിടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ കപ്പൽ എവിടെ എത്തുമെന്ന്. അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ്. ഒരേ കാറ്റാണ് നമുക്കെല്ലാവർക്കും വീശുന്നത്. ഒരേ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ചിലർ മുന്നോട്ട് കുതിക്കുമ്പോൾ മറ്റു ചിലർ പിന്നോട്ട് പോകുന്നത്? കാരണം അവരുടെ കപ്പൽ പായയുടെ ക്രമീകരണത്തിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതമാകുന്ന കപ്പലിന്റെ പായ എങ്ങനെയാണ് ക്രമീകരിക്കാൻ പോകുന്നത്? ഓർക്കുക, നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളുമാണ് നിങ്ങളുടെ ദിശ നിർണ്ണയിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.